എരുവ നളന്ദ കലാസാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ PN പണിക്കർ, G ശങ്കരപ്പിള്ള അനുസ്മരണവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി CNN നമ്പി ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം എരുവ നളന്ദ കലാസാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ PN പണിക്കർ, G ശങ്കരപ്പിള്ള അനുസ്മരണവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. നളന്ദ ഗ്രന്ഥശാല പ്രസിഡന്റ് G സദാശിവൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പ്രഭാഷ് പാലാഴി സ്വാഗതം പറഞ്ഞു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി CNN നമ്പി ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റുള്ളവർക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, ജനിക്കുന്ന ഡേറ്റ് ആണ്. അപ്പൊ അത് ഈ ദിവസങ്ങളൊക്കെ ആചരിക്കുന്ന ഒരു സ്ഥിതി വന്നിരിക്കുക. അപ്പൊ ആ ദിവസങ്ങൾ നമ്മൾ അവർക്ക് കേക്ക് മുറിച്ചു കൊടുത്തോളൂ, അല്ലെങ്കിൽ അവർക്ക് സദ്യ ഒരുക്കി കൊടുത്തോളൂ. അതിനോടൊപ്പം ഒരു നല്ല പുസ്തകവും കൂടി വാങ്ങിച്ച് അവരുടെ ബൗദ്ധികമായ, അവരുടെ മാനസികമായ വളർച്ചയ്ക്ക് സഹായകരമായ ഒരു സഹായം നിങ്ങൾ രക്ഷകർത്താക്കൾ ചെയ്യണം. അപ്പൊ അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ ലഹരി വിരുദ്ധ ദിനം ആചരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട്ടുകാർ കൂടി കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ സമൂഹത്തിന്റെ മാത്രം ബാധ്യതയല്ല, ഒരു നല്ല കാര്യം ഒരു സമൂഹത്തിലുണ്ടാകണമെങ്കിൽ ഒട്ടേറെ പേരുടെ സഹായങ്ങൾ കൊണ്ടേ പറ്റുള്ളൂ. അത് അധ്യാപകരുടെ സഹായം വേണം, അയൽക്കാരുടെ സഹായങ്ങൾ വേണം, PTA, SMC തുടങ്ങിയ പൊതു സ്ഥാപനങ്ങളുടെ സഹായം വേണം. ഇവരൊക്കെ കൂടെ യോജിച്ചെടുത്തെങ്കിൽ ഒരു കുട്ടിയെ വളർത്തിയെടുക്കാൻ കഴിയും. ഒരു കുട്ടിയെ മൗൾഡ് ചെയ്ത് വളർത്തണമെങ്കിൽ പണ്ട് ഡോക്ടർ S കോഠാരി എന്ന് പറയുന്ന വലിയ വിദ്യാഭ്യാസ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞത് ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ഈസ് ബീയിങ് ഷേപ്ഡ് ഇൻ ഹർ ക്ലാസ് റൂം എന്നാണ് പറഞ്ഞത്. ക്ലാസ് മുറികളിലാണ് ഭാവി ഭാരതം രൂപം കൊള്ളുന്നത്. ക്ലാസ് മുറികളിലാണ് ഭാവി ഭാരതം രൂപം കൊള്ളുന്നത്. അപ്പൊ ഭാവി ഭാരതത്തെ വളർത്തിയെടുക്കുന്നതിന് വലിയ സംഭാവന വഹിക്കാൻ കഴിയുന്നത് ക്ലാസ് മുറികളാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കുട്ടികളാണ്, അവരുടെ വിദ്യാഭ്യാസമാണ്, പുസ്തകമാണ് എന്നുള്ളതാണ്. അപ്പൊ ഒരു പുസ്തകം തരൂ, നിങ്ങളുടെ ദുഃഖത്തെയൊക്കെ മറിക്കാൻ കഴിയും എന്ന് വലിയ വലിയ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക, അവരെ വളർത്തിയെടുക്കുന്ന. രക്ഷകർത്താക്കൾക്ക് ഇപ്പൊ പണ്ടത്തെ പോലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പണ്ട് ഒരു വീട്ടിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച 8ഉം 10ഉം കുട്ടികൾ വളർന്നെങ്കിൽ ഇപ്പോൾ 1 കുട്ടിയും 2 കുട്ടികളാണ്. അപ്പൊ അവരുടെ കാര്യങ്ങളിൽ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ മോറൽ കാര്യങ്ങളിൽ കൂടി, അവരുടെ മൊറാലിറ്റിയിൽ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ അവർ നല്ല പൗരന്മാരാകത്തുള്ളൂ, നല്ല അയൽക്കാരാകത്തുള്ളൂ, നല്ല മകനാകത്തുള്ളൂ, നല്ല മകളാകത്തുള്ളൂ, നല്ല സഹോദരനോ സഹോദരിയാകത്തുള്ളൂ. അങ്ങനെ വളർത്തിയെടുക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അതിനൊക്കെ സഹായകരമായ ഒട്ടേറെ നിലപാടുകൾ, ഒട്ടേറെ പ്രോജക്റ്റുകൾ ഈ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗം എന്ന നിലയിൽ ഈ വായന പക്ഷാചരണ ദിവസങ്ങളൊക്കെ പത്തൂർ വിശ്വൻ, S അജയകുമാർ, പ്രദീപ് അച്ചൂസ്, ശശികുമാരൻ പിള്ള, D രാമാനന്ദൻ, ഭാഗ്യലക്ഷ്മി, ബിജു KG, രൂപേഷ് P, രാജേഷ് CR, വിഷ്ണു ബാബു, നളന്ദ വനിതാവേദി ഭാരവാഹികളായ ജെസ്സി, സേതു ബിജു, ദിവ്യ ഉമേഷ്, ഗോപിക എന്നിവർ സംസാരിച്ചു. നളന്ദ വനിതാവേദി, നളന്ദ ബാലവേദി അംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.